വെൽക്കം ടു എജു വേൾഡ്. മോഡ്യൂൾ 9 സോഷ്യൽ പെർസെപ്ഷൻ. ഇന്ന് സോഷ്യൽ പെർസെപ്ഷൻ മോഡ്യൂളിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കായ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഗ്രഷൻ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് അഗ്രഷൻ. നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഗ്രഷൻ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണെന്നും അഗ്രഷൻ അല്ലെങ്കിൽ ആക്രമണ മനോഭാവം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇസ് എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ്. എഡ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പാഠ്യപദ്ധതികളോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുള്ള അവബോധന ക്ലാസ്സുകളോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് വി ക്യാൻ റിസോൾവ് ദ പ്രോബ്ലം ഓഫ് അഗ്രഷൻ ഓർ വി ക്യാൻ കൺട്രോൾ അഗ്രഷൻ. Conflict resolution training, the program that teach individuals how to resolve conflicts peacefully, can reduce aggressive behaviors. Skills such as negotiation, communication and problem solving are essential. കുട്ടികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നത്തെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് സമാധാനപരമായി നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, അവരെ ടീച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അഗ്രസീവ് ബിഹേവിയർ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടുള്ള സ്കില്ല് നമ്മൾ അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടുള്ളത് നെഗോസിയേഷൻസ്, ഒരു ധാരണ, എങ്ങനെയാണ് നമ്മൾ ഒരു പ്രശ്നത്തെ പറഞ്ഞ് ധാരണയാക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും മാറാറുണ്ട്. ആൻഡ് പ്രോബ്ലം സോൾവിങ്, എങ്ങനെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. ഞാൻ കുറേ കാര്യങ്ങൾ മൂവി റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമ്പിൾസ് പറഞ്ഞു തരാറുണ്ട്, കാരണം അത് ഓർത്തിരിക്കാൻ എളുപ്പമായതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് സൺഡേ ഹോളിഡേ എന്ന് പറയുന്നൊരു മൂവിയാണ്. ആസിഫ് അലി ആക്ട് ചെയ്തിട്ടുള്ള സൺഡേ ഹോളിഡേ മൂവിയിൽ KPS ലളിത ആക്ട് ചെയ്ത ഒരു റോളുണ്ട്. ചേച്ചിയുടെ അതിലുള്ള പേരെനിക്കറിയില്ല, ക്യാരക്ടറിൻ്റെ പേരറിയില്ല. അതിലവർ പറയുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ അഗ്രസീവ് ആവുന്നതിന് മുമ്പ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണിത്. നമ്മൾ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലാണത്. നമ്മൾ അത് വളരെ സമാധാനമായിട്ട് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ചിന്തിക്കാൻ കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊഴിവാക്കാൻ പറ്റും? അഗ്രഷൻ ഒഴിവാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം. ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ ഈ സ്ട്രെസ് റിലീഫ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, ലാഫിംഗ് തെറാപ്പി, ഇതൊക്കെ സ്ട്രെസ് റിലീഫിൽ വരുന്നതാണ്. സോ ഇങ്ങനെയുള്ള ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ദിസ് പ്രോഗ്രാംസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ഐഡൻറ്റിഫൈ triggers for their aggression and develop coping strategies to manage anger constructively. ഇവർ ട്രിഗർ ചെയ്യുന്ന പോയിൻ്റ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുകയും അത് എത്രത്തോളം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അവരെ തന്നെ പഠിപ്പിക്കാൻ പറ്റും ആങ്കർ മാനേജ്മെൻറ്റ് പ്രോഗ്രാം വഴി. നെക്സ്റ്റ് ഇസ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ലേണിംഗ്. ഇത് അത്യാവശ്യം വേണ്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ടീച്ചിങ് ലൈഫിൽ ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് സ്റ്റുഡൻറ്റ് കമ്മിറ്റഡ് സൂയിസൈഡ്. അന്ന് ഈ പ്രശ്നം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആയിട്ട് ചർച്ച ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് അന്ന് സ്റ്റഡീസ് പറഞ്ഞൊരു കാര്യമാണ്, ആ കുട്ടിക്ക് ഇമോഷണൽ സ്കില്ല് കുറവായിരുന്നു എന്നുള്ളത്. അത് അഗ്രഷൻ്റെ ഭാഗമാണ്. നമുക്ക് പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ, അത് ദേഷ്യം തന്നെ ആവണമെന്നില്ല, നമ്മൾ സങ്കടം കൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സക്സസ്സിലേക്ക്, നമ്മുടെ ഗോളിലേക്ക് നമ്മൾ റീച്ച് ചെയ്യാനാകുമ്പോൾ എന്തെങ്കിലും വന്ന് അത് ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അത് അഗ്രസീവായിട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് സൂയിസൈഡ് ടെൻഡൻസിയൊക്കെ കൂടാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളിൽ SEL പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. SEL പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷണൽ ഇൻ്റലിജൻസ്, എംപതി ആൻഡ് സെൽഫ് റെഗുലേഷൻ അമംഗ് സ്റ്റുഡൻസ്, റെഡ്യൂസിങ് ദ ലൈക്ലിഹുഡ് ഓഫ് അഗ്രസീവ് ബിഹേവിയേഴ്സ്. പ്രൊമോട്ടിംഗ് എംപതി, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രോ സോഷ്യൽ ബിഹേവിയറിന് കുട്ടികളിലുള്ളിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിൻ്റെ ഉള്ളിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ്, ഒരു കാര്യമാണ് എംപതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ്സ്. അതായത് സൊസൈറ്റിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് ഈ അഗ്രഷൻ കുറയ്ക്കാനുള്ള ഒരു റോള് ഭയങ്കര വലുതായിട്ടുണ്ട്. അതായത് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് അത്യാവശ്യം വേണം. ഇവിടെ പറയുന്നത് പ്രോഗ്രാംസ് ദാറ്റ് ഫോസ്റ്റർ കമ്മ്യൂണിറ്റി കൊഹേഷൻ ആൻഡ് എൻകറേജ് പോസിറ്റീവ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ക്യാൻ റെഡ്യൂസ് ദ ഇൻസിഡൻസ് ഓഫ് അഗ്രഷൻ. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ, അതായത് അഗ്രസീവ് നേച്ചറുള്ള ഇൻഡിവിജ്വൽസ് ഉള്ള കമ്മ്യൂണിറ്റിയിൽ ആ അഗ്രസീവ് ലെവൽ കുറയ്ക്കാനുള്ള കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻറ്ററാക്റ്റീവ് സെക്ഷനൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് വി ക്യാൻ ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽസ് ടു കൺട്രോൾ ദെയർ അഗ്രഷൻ ലെവൽ. ദെൻ സേഫ് സ്പേസസ്.
ഈ പെട്ടെന്ന് ട്രിഗേർഡ് ആവുന്ന, പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്ന, പെട്ടെന്ന് അഗ്രസീവ് ആവുന്ന ആൾക്കാർ ആണുള്ളതെങ്കിൽ അവരെ നമുക്ക് അറിയാമെങ്കിൽ അവർക്ക് വേണ്ടുള്ള ഒരു സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കമ്മ്യൂണിറ്റി ബാധ്യസ്ഥരാണ്. ദെൻ സപ്പോർട്ട് സർവീസസ്, അവരെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഗ്രഷൻ ലെവൽ കുറയ്ക്കാനായിട്ട് പറ്റും ത്രൂ കൗൺസിലിംഗ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ആൻഡ് ഹോട്ട്ലൈൻസ് ആൻഡ് ക്രൈസിസ് സർവീസസ്. ഇത് ഞാൻ വീണ്ടും ഒരു മൂവി എടുക്കുകയാണ്. ഇത് എനിക്ക് മൂവിയുടെ പേരെനിക്ക് കറക്റ്റിന് അറിയില്ല. അതിൽ ഒരു തമിഴ് മൂവിയാണ്. ആക്ട്രസ് ജ്യോതികയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിൽ ജ്യോതിക ചെയ്യുന്ന ഒരു റോളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ FM-ൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിട്ടാണ്. അതൊരു ലേറ്റ് നൈറ്റ് പ്രോഗ്രാമാണ്. ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഓവർ സാഡ്നെസ് അനുഭവിക്കുന്ന, ലോൺലിനെസ് അനുഭവിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷനാണ് ആ FM-ൽ നടക്കുന്നത്. അത്തരം പ്രോഗ്രാംസൊക്കെ നടത്തുകയെന്നുണ്ടെങ്കിൽ മറ്റാരോടും തുറന്നു പറയാൻ പറ്റാതെ, നമ്മൾ പറയത്തില്ലേ, നമ്മൾ മനഃപൂർവ്വം ദേഷ്യപ്പെടുന്നതല്ല. നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, ബ്രെയിൻ സ്ട്രക്ചർ ആയിരിക്കാം, ഹോർമോണൽ ചേഞ്ചസ് ആയിരിക്കാം. സോ ഇതെല്ലാം കൊണ്ട് ട്രിഗേർഡ് ആവുന്ന ആൾക്കാരുണ്ട്. അവർക്ക് സംസാരിക്കാൻ ഒരു വേദി ഉണ്ടെങ്കിൽ ടു സം എക്സ്റ്റെൻറ്റ് അവരുടെ അഗ്രസീവ് ലെവൽ അവർക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് പോളിസി ആൻഡ് ലെജിസ്ലേഷൻ. നിയമങ്ങൾ കൊണ്ടുവരുന്നത് വഴി നമുക്ക് അഗ്രസീവ് ലെവൽ കുറയ്ക്കാൻ പറ്റും. ഇവിടെ സ്ട്രിക്റ്റർ ഗൺ കൺട്രോൾ ലോ, അതായത് ഫയർ ആംസ് ഉപയോഗിക്കുന്നതിന് ഇന്ത്യയിൽ അത് കുറച്ച് ബാധകമാണ് അല്ലേ. ഇന്ത്യയിൽ നമുക്കറിയാം, നമുക്ക് വെപ്പൺസ് ഉപയോഗിക്കുന്നതിനൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ട്, ലൈസൻസൊക്കെ ഉണ്ട്. ഫോറിൻ കൺട്രീസിലുണ്ടെങ്കിൽ കൂടെയും അവിടെ എനിക്ക് തോന്നുന്നു ആവശ്യവും അനാവശ്യവുമായിട്ട് അവർക്ക് കുറച്ച് അണ്ടർഗ്രൗണ്ട് മെത്തേഡ് വഴി അവർക്ക് ഈ ഗണ്ണൊക്കെ അവൈലബിൾ ആണ്. നമുക്കും അവൈലബിൾ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. എന്നാലും ടു സം എക്സ്റ്റെൻറ്റ് നമുക്ക് പറയാം ഇന്ത്യയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. ദെൻ ആൻറ്റി ബുള്ളിയിങ് പോളിസി. ബുള്ളിയെന്ന് പറഞ്ഞാൽ കളിയാക്കലിൻ്റെ അങ്ങ് അറ്റത്തെ ലെവലിലാണ് ബുള്ളിയിങ് എന്ന് പറയുന്നത്. അത് ഫിസിക്കൽ വയലൻസ് ഒക്കെ ആവാം. സോ സ്കൂൾ കുട്ടികൾ, ഇൻഡിവിജ്വൽസൊക്കെ ബുള്ളി ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, വർക്ക് പ്ലേസിൽ നമ്മുടെ സുപ്പീരിയേഴ്സ് നമ്മളെ ബുള്ളി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ബുള്ളിയിങ് പോളിസീസ് സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ ടു സം എക്സ്റ്റെൻറ്റ് നമുക്ക് ഈ അഗ്രസീവ് ലെവൽ കുറയ്ക്കാൻ പറ്റും. നിയമങ്ങൾ എപ്പോഴും കഠിനമാണെന്നുണ്ടെങ്കിൽ കുറ്റം ചെയ്യാൻ ആൾക്കാർ ഭയക്കും. ദെൻ മോഡലിംഗ് ആൻഡ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. നേരത്തെ ഈ മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് പോസിറ്റീവ് റോൾ മോഡൽസ്, മീഡിയ ലിറ്ററസി. മീഡിയ വഴി നമുക്ക് അവരെ നല്ല നല്ല പ്രോഗ്രാംസ് വഴി കുട്ടികളെ ടീച്ച് ചെയ്യാൻ പറ്റും അഗ്രസീവ് ലെവൽ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത്. ദെൻ പോസിറ്റീവ് റോൾ മോഡൽസ്, പ്രോ സോഷ്യൽ ബിഹേവിയേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഗ്രാംസൊക്കെ റോൾ മോഡൽസിനെ എക്സ്പോഷർ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഗ്രഷൻ ലെവൽ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് എൻവയോൺമെൻറ്റൽ ഡിസൈൻ ആണ്. ഏർബൻ പ്ലാനിങ് ആൻഡ് റെഡ്യൂസ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്. നമ്മൾ ടൗണൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു പോസിറ്റീവ് സോഷ്യൽ ഇൻട്രാക്ഷനുള്ള സ്പേസസ് നമ്മൾ എപ്പോഴും കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ചപ്പുചവറുകൾ കളയാനൊരു പ്രത്യേക സ്ഥലം, ഒരു ഓപ്പൺ ഏരിയ, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഓപ്പൺ ഏരിയ, അങ്ങനെയുള്ള കുറച്ച് പബ്ലിക് സ്പേസസ്, ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് പബ്ലിക് സ്പേസസ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ, അഗ്രഷൻ ലെവലൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റായിട്ട് റെഡ്യൂസിങ് എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ്, അതായത് നോയ്സ് പൊല്യൂഷൻ, ഓവർ ക്രൗഡിങ്, ലാക്ക് ഓഫ് റിസോഴ്സസ്, ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് കൂടുതലും നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്നത്. സോ ഇത്തരം എൻവയോൺമെൻറ്റൽ സ്ട്രെസ്സസ് ഒന്ന് റെഡ്യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അഗ്രഷൻ ലെവൽ നമുക്ക് ടു സം എക്സ്റ്റെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. സോ വി ഫിനിഷ് സോഷ്യൽ പെർസെപ്ഷൻ. താങ്ക് യു.